ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പ്രശസ്തമായ ആഴിമല ടെമ്പിളിലാണ്. അതെ, അപ്പോൾ ആഴിമല വന്നിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഈവനിങ് ആയിട്ടുണ്ട്. ഇത് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിലാണ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇപ്പോൾ വെക്കേഷനാണ്, പ്രത്യേകിച്ച് ഡിസംബർ ക്രിസ്മസ് ആകുമ്പോൾ ഒരു 1 ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ ആഴിമല ടെമ്പിൾ വരിക. അപ്പോൾ നിങ്ങൾക്കൊരു ക്ഷേത്ര ദർശനവും ആവാം. അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് നല്ല ഇൻട്രസ്റ്റ് ആയിട്ട് ഇവിടെ ചെറിയൊരു ബീച്ച് പോലെ ഉണ്ട്. അപ്പോൾ അവിടെ അവർക്ക് പിക്നിക് പോലെ ആഘോഷിക്കുകയും ചെയ്യാം. ഈ ആഴിമല ടെമ്പിളിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഇവിടെ വരുന്നതിന് എനിക്ക് തോന്നുന്നു ഏറ്റവും ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ ചിലവ് കുറഞ്ഞ ഒരു രീതിയിൽ നമുക്ക് ഒരു ഡേ ചിലവഴിക്കാൻ പറ്റിയ എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. ഇപ്പോൾ കേരളത്തിൻ്റെ ഏത് ഡിസ്ട്രിക്റ്റിൽ നിന്ന് വരുന്നവർക്കും നമ്മുടെ ട്രിവാൻഡ്രം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുക, അതുവരെയുള്ള ചിലവ് മാത്രമേ ഉള്ളൂ. അവിടെ നിന്ന് നിങ്ങൾക്ക് വിഴിഞ്ഞം പൂവാർ ബസ് കിട്ടും. അതിൽ കയറി കഴിഞ്ഞാൽ എനിക്കൊന്ന് മാക്സിമം ഒരു 30 റുപ്പീസിനകത്തേ ആവുള്ളൂ ഒരാൾക്ക് ടിക്കറ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ടെമ്പിളിൻ്റെ മെയിൻ എൻട്രിയിൽ ഇറങ്ങാൻ പറ്റും. അവിടെ നിന്ന് ഒരു 800 കിലോമീറ്റർ ഉള്ളിലോട്ട് വരണം. അതെന്ന് പറഞ്ഞാൽ നമുക്ക് നടന്നു വരുന്നതാണ് ഏറ്റവും നല്ലത്. അതെ, അവിടെ നടന്നു വരുമ്പോഴത്തേക്കും നമുക്ക് ക്ഷീണം മാറ്റാനായിട്ട് ചായക്കടയുണ്ട്. അവിടെ നിന്ന് കടിയൊക്കെ കടിച്ചിട്ട് ഹാപ്പി ആയിട്ട് നടന്നു വരാം. അതുപോലെ തന്നെ നമ്മൾ പറയുമ്പോൾ അവിടെ വലിയ വാഹനങ്ങളൊക്കെ വന്നാൽ അവിടെ പാർക്കിംഗ് സൗകര്യങ്ങളുണ്ട്. ഈ വരുന്ന വഴിക്ക് തന്നെയുണ്ട്. പേ ആൻഡ് പാർക്കാണ്. അതുപോലെ തന്നെ ഹോട്ടൽ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. AC, non-AC അങ്ങനത്തെ എല്ലാ ഹോട്ടൽസും ഉണ്ട്. പിന്നെ നമ്മൾ വരുമ്പോൾ ഒത്തിരി ഷോപ്പുകൾ നമുക്ക് പർച്ചേസ് ചെയ്യാനും അതുപോലെ സ്നാക്സ് ഒക്കെ മേടിക്കാനും അതിനുള്ള എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. അപ്പം നിങ്ങൾ ഈ പ്രതിമ കുറേ പേരൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗംഗാധരേശ്വരൻ്റെ പ്രതിമയാണിത്. ഇതിനൊരു 58 അടി ഉയരമാണുള്ളത്. അതുപോലെ തന്നെ ഇത് നമ്മുടെ കടലിനോട് ചേർന്നാണ് ഈ ഒരു ശിവന്റെ പ്രതിമയുള്ളത് കേട്ടോ. അത് തന്നെ അത് ഭയങ്കര പ്ലസന്റ് ആണ്. നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര പീസ്ഫുൾ ആവും നമ്മളെ മൈൻഡൊക്കെ. നമുക്കൊക്കെ ശരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നത് നമ്മൾ ഇതിൻ്റെ ഈ ട്രിവാൻഡ്രത്തുള്ളതല്ലേ. അപ്പോൾ അത്രത്തോളം ഒരു ക്യൂരിയോസിറ്റി ഒരിക്കൽ കണ്ടു നമ്മുടെ അടുത്തല്ലേ, നമ്മളൊന്നും അത്രത്തോളം പ്രാധാന്യം കൊടുക്കില്ല. പക്ഷെ ഇവിടെ വന്നു കഴിയുമ്പോഴാണ് ഇപ്പോൾ ഒത്തിരി നോർത്ത് ഇന്ത്യൻസ് ആണ് കേട്ടോ. ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും ഒത്തിരി ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ കണ്ടില്ലെങ്കിൽ ഈ വെക്കേഷൻ നിങ്ങൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യൂ. ഓക്കെ, അപ്പോൾ നമുക്ക് അകത്തേക്ക് പോവാം. MSc എന്ന് എഴുതിയിട്ടുണ്ട്. ഞങ്ങളിങ്ങനെ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് എന്തോ ഒരു വലിയ സാധനം ചലിക്കുന്നു. നോക്കിയപ്പോൾ ഒരു ഷിപ്പ് പോകുന്നു. ഇതിൽ കാണുന്നത് പോലെ അല്ല കേട്ടോ, വലിയൊരു സംഭവമാണ്. നല്ല ലുക്കുണ്ട്. ചിത്രത്തിൻ്റെ ഓഡിറ്റോറിയമാണ്. ഇവിടെയാണ് നമ്മുടെ പ്രോഗ്രാംസ് നടക്കുന്നത്. നമ്മൾ വിശ്വസിച്ച് ഈ തത്വശാസ്ത്രവും അതുപോലെ ഈ കൈനോട്ടമൊക്കെ നമ്മൾ മാത്രമാണ് വിശ്വസിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല, കുറേ നോർത്ത് ഇന്ത്യൻസ് ഇവിടെ വന്നു പോകുന്നുണ്ട്. അവരെല്ലാവരും ഇതെല്ലാം വിശ്വസിക്കുന്നതിനുള്ള വലിയൊരു പ്രൂഫാണ് ഇത്. ഇവിടെ തത്വശാസ്ത്രമാണ്. അപ്പോൾ അവരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവാണ്. അത് ഭയങ്കര ക്യൂരിയോസിറ്റിയോടാണ് അവർ കണ്ടുവരുന്നത്. പക്ഷെ നമുക്കിതിപ്പോൾ ഭയങ്കര ക്യൂരിയോസിറ്റി ഇല്ല. കാരണം നമ്മൾ മിക്കയിടത്തും കാണുന്നതാണ് ഈ ഒരു ടെമ്പിളിൽ ഇങ്ങനെയൊക്കെ ഉള്ളത്. ഇവിടെയാണെങ്കിൽ ടോയ്ലറ്റ് ഫെസിലിറ്റി ഉണ്ട്. വലിയ കുതിരയുടെ പുറത്ത് കയറാൻ വയ്യാത്തത് കൊണ്ട് പാറു കുട്ടി കുതിരയുമായി ഒരു കോംപ്രമൈസിലാണ്. പാറു ചവിട്ടും ഓടിക്കോ. എണീറ്റു. എന്റെ സംസാരം കേട്ടത് കണ്ണുകൾ നേത്രങ്ങൾ തുറന്നിരിക്കുകയാണ്. പാറുപ്പോ, എനിക്ക് വേണ്ട, ഞാൻ പോവില്ല. ഞാൻ അശ്വമേധത്തില് നമ്മൾ അങ്ങ് രാമൻ സീതയെ തേടി അല്ലല്ലോ, ഈ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ പിടിച്ചിറക്കാൻ വേണ്ടി പോയില്ലേ, അതുപോലെ ഞാൻ അവസാനം ഉള്ള സ്ഥലമെല്ലാം വീണെണീറ്റിട്ട് വരും. ഞാൻ ഈ കുതിരയിൽ കയറി അശ്വമേധം നടത്തുന്നതാണോ നല്ലത്, അതോ ലങ്കയിൽ പോയി തീയിൽ പരീക്ഷണം നടത്തുന്നതാണോ നല്ലത്? ഞാൻ പറയാം. ഇവിടെ ആക്സിഡന്റലി നമ്മുടെ നയൻതാരയുടെ സിനിമയുണ്ടല്ലോ, ഏതാ സിനിമയുടെ പേര് പറ? ഒരു 2 വീക്സ് മുന്നേ ആ സിനിമ കണ്ടു. ഏത് സിനിമയാ? സീതയുമായിട്ട് പേര് മറന്നു കേട്ടോ. അതില് ലങ്ക, സീത, രാമൻ എന്നൊക്കെ കണ്ടതിന് ശേഷമാണ് ഇവിടെ അശ്വമേധം എന്ന വാക്ക് കേൾക്കുന്നത്. അതിന്റെ അർത്ഥം അറിയോ പാറു നിനക്ക്? അശ്വത്തിന്റെ പുറത്തുള്ള മേൽ, അതാണ് അശ്വമേധം. അങ്ങനെയാണ് ഗായ്സ് നമ്മൾ നേരത്തെ പറഞ്ഞത്. കുതിര എണീറ്റ്. എന്നെ ട്രോളിനത് കുഞ്ഞിക്ക് ഭയങ്കര ഒരു ഇതാണ്, ഹരമാണ്. അല്ല, സത്യം പറയാം. അത് കണ്ടോ,
സായിപ്പൻ അല്ല ഫോറിനേഴ്സ് അങ്ങനെ അല്ല മദാമയില്ല സായിപ്പിനെയൊക്കെ കണ്ട് ഇവള് ഭയങ്കര വായി നോക്കാണ്. ഞാൻ ഒരു വിധം അല്ലല്ല ഞാനല്ല വായിനോട്ടം, കുഞ്ഞാണ് ഭയങ്കര വായിനോട്ടം. സൗന്ദര്യം ആസ്വദിക്കാനുള്ളതല്ലേ, ഞാൻ ചെറുതായിട്ടൊന്ന് ആസ്വദിച്ചു. പറയുന്ന പോലെ പൂവിന്റെ സൗന്ദര്യം നമുക്ക് ആസ്വദിക്കാം, പക്ഷെ അത് പറിക്കാൻ പാടില്ല. അതും കൂടെ ഒന്ന് പറഞ്ഞ് കോപ്പി അടിച്ച ഡയലോഗാണ്. കോപ്പിയടി ഇല്ലേ? എന്താണ് ഒരു സെക്കൻഡ് മൗനമായതെന്ന് മനസ്സിലായല്ലോ. ഞാൻ കോപ്പിയടി എന്ന് പറഞ്ഞപ്പോ പോലീസുകാർ എന്താണ് എന്നൊരു നോട്ടം. പിന്നെ ഞാനങ്ങ് ക്ഷമിച്ചു, അവരങ്ങ് പോയി. ഇനിയിപ്പോ നമുക്ക് കാര്യത്തിലോട്ട് വരാം. ബീച്ച് കണ്ടോ? നല്ല വിശാലമായിട്ടുള്ള ഒരു ബീച്ച്. കണ്ടിട്ടില്ലാത്തവർക്ക് ഇതാദ്യമായി ഞങ്ങളുടെ ബീച്ച് കാണിച്ചു. ചവിട്ടിക്കൂട്ടു ഇവിടെ. ഞാൻ ഇപ്പൊ ബീച്ച് കണ്ടിട്ടില്ലാത്തവരെന്ന് പോച്ച് ഇപ്പൊ മനസ്സിലായല്ലോ ഞാൻ വ്ലോഗ് എടുക്കാത്തത് എന്താണെന്ന്. ഓക്കെ അല്ല ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഇപ്പൊ ഡിസംബർ ആണ്. സോ എന്താണ് ടൂറ് വരാനൊക്കെ പറ്റിയ ഒരു സ്ഥലമാണ്. ടൂറിസ്റ്റുകളും കൂടെ ഒക്കെ വരുമ്പോൾ നമുക്ക് കുറെ കൂടെ എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ. മറ്റത് നമ്മൾ ഈ മലയാളികൾ മാത്രം കിടന്ന് ഈ ബീച്ചിൽ ഓടുന്നതിനേക്കാൾ നല്ലത് കുറെ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിക്കുന്നതല്ലേ. ഇപ്പൊ മനസ്സിലായില്ലേ ഇവിടെ തൊഴാനല്ല വന്നത്. എന്തിനാണ്? ഞാൻ തൊഴാനാണ് വന്നത്, പക്ഷെ ടെമ്പിൾ ഓപ്പൺ ആയിട്ടില്ല. പിന്നെ ഈ തള്ളിനെയും കൂടെ വിളിച്ചുകൊണ്ട് ഞാൻ നേരെ ബീച്ചിൽ വന്നു കാഴ്ചകൾ ആസ്വദിക്കുകയാണ്. ബാക്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടാലറിയാം ഇവിടെ ഇപ്പോൾ വലിയ തിരക്കൊന്നുമില്ല, കുറച്ചേ ഉള്ളൂ. ഇതുകൊണ്ട് അങ്ങ് കടുകുമണി പോലെ കാണുന്നതൊക്കെ ആൾക്കാരാണ്. ഇപ്പോൾ കുറച്ച് തിരക്കേ ഉള്ളൂ. ഇനി ഡിസംബർ ആ ഒരു 23, 22 ഒക്കെ വരുമ്പോഴത്തേക്കും നല്ല തിരക്ക് വരും. ഒബ്വിയസ്ലി ഇവിടെ അങ്ങനെയാണ്. ഈ ഒരു ഒരു ഫെസ്റ്റിവൽ ടൈമിലൊക്കെ നല്ല തിരക്കായിരിക്കും ഇവിടെ. എസ്പെഷ്യലി ഞങ്ങൾ ഇത്രയും പ്രകടനം കാണിച്ചതും ഈ ബീച്ചൊക്കെ കാണിച്ചത് എന്തിനാന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കളൊക്കെ ഇപ്പോൾ വീട്ടിൽ, നമ്മുടെ മക്കൾ എല്ലാം അല്ലേ എന്താ എവിടെയെങ്കിലും പോകണം എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ ശല്യപ്പെടുത്തുന്നില്ലേ? അവരുടെ എക്സാം കഴിയുമ്പോൾ അവർക്കൊരു ഫ്രീ കൊടുക്കണം. അപ്പോൾ കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ്. എന്നെ പോലുള്ള അമ്മമാരാണെങ്കിൽ എന്ത് ചെയ്യും? പിള്ളേരെ പൂട്ടിയിടുന്നതല്ല, ലോ കോസ്റ്റ്. നമ്മളിപ്പോൾ മിഡിൽ ക്ലാസ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് അത്രത്തോളം എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ പറ്റൂല. അങ്ങനെയുള്ളവർക്കാണെങ്കിൽ പിന്നെ എന്താ ഇത് നല്ലൊരു ഡെസ്റ്റിനേഷൻ. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ക്രിസ്മസിന് മുമ്പ് ഇത്രയൊരു വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ കാണും കുറേ നേരം കൊണ്ട് ഞാൻ ചില്ലറ അമ്പലത്തിലിടാനുള്ളതാണ്, കാണിക്ക വയ്ക്കാനുള്ളതാണ് കേട്ടോ. അമ്പലം ഓപ്പൺ ആവാത്തത് കൊണ്ട് നമ്മൾ ഇനിതേ ഞാൻ അങ്ങോട്ട് കടലിലോട്ട് കുളിക്കാൻ പോകുന്നു. പാറുദേ അങ്ങോട്ട് പോകുന്നു. പാറു പോകുന്ന പ്ലേസ് ഞാൻ കാണിച്ചു തരാവേ. എന്നെ ട്രോളുന്നത് ഒരു വല്ലാത്തൊരു അസുഖമല്ലേ? കടലില് വെള്ളമൊക്കെ ഇറങ്ങി വരുന്ന അവിടെയാണ് പാറു പോകുന്നത്. ഞാൻ അപ്പുറത്തെ ബീച്ചിലോട്ട് പോകുന്നു. ഞാൻ സൈക്കിളി മദാമയും കണ്ടിട്ട് വരാം. നീ അവിടെ കണ്ടിട്ട് വരൂ. അവള് ബംഗാളികളെ കണ്ടിട്ട് വരും. അവള് ബംഗാളികൾ ഇരിക്കുന്നു. ഓക്കെ, നമുക്കിനി ടെമ്പിളിലോട്ട് പോവാം. അവിടെ ഒത്തിരി ആൾക്കാർ നിറഞ്ഞു കേട്ടോ. ഇന്ന് ഭയങ്കര തിരക്കാണ്. ഇവിടെ തിരക്കില്ലെന്നേ ഉള്ളൂ, പക്ഷെ അവിടെ നടയിൽ നല്ല തിരക്കുണ്ട് കേട്ടോ. എന്നെ കണ്ടതും കുതിര മാലും പൊക്കി ഓടി. കാല് വെക്കുമ്പോഴത്തേക്കും കുഴിഞ്ഞു പോകുന്നത് പോലെ തോന്നുവേ. പാറു ഹാപ്പിയാണോ? ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഫോൺ അല്പം അങ്ങോട്ട് ചരിച്ചേ പാറു. അവിടെ അങ്ങോട്ട് അപ്പുറത്തോട്ട് അവിടെ കണ്ടു കുറച്ച് പേര് കുളിക്കുന്നത്. നമ്മളെ നോക്കി ഹായൊക്കെ പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട് കേട്ടോ. പാറുവിനെ ഇപ്പൊ തള്ളി വിടും. സോ ഗൈസ്, നമ്മൾ ഇവിടുത്തെ ആ ഒരു വ്യൂവും കാര്യങ്ങളും കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണമായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞങ്ങൾ തന്റെ അമ്പലത്തിലോട്ട് പോവാണ്. അപ്പോൾ അമ്പലത്തിലെ ബാക്കി വിശേഷങ്ങൾ നമുക്ക് അങ്ങോട്ട് പോയിട്ട് കാണാം. തന്നെ ഇപ്പൊ നോക്കിയാൽ നിങ്ങൾക്കറിയാം സൂര്യാസ്തമിക്കുന്ന പോയോ. സൂര്യാസ്തമനമാണ് ഗായ്സ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ സൂപ്പറായിട്ട് കാണാം. പക്ഷെ ഇത് ഫോണിൽ കാണുന്നതിനെക്കാട്ടിലും എന്നെയും സൂര്യനെയും കാണാമോ? കാണാം. അടിപൊളി. ആളിന്ന് ഭയങ്കര ഹാപ്പിയാണ്. അതുകൊണ്ട് നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. എൻ്റെ അമ്മയെ അടിപൊളി. അതല്ലേ കുറേ കാലം, പക്ഷെ ഇന്ന് അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ക്യാമറ പിടിക്കുന്നതെന്ന് എനിക്ക് അങ്ങനെയല്ലേ. ഫോൺ നമ്പർ ABCD അറിയത്തില്ല. അല്ല, എനിക്കറിയാം. വാട്സപ്പ് ഉണ്ട്, ഇൻസ്റ്റ ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, ഓൾറെഡി യൂട്യൂബ് ഉണ്ട്. വെള്ളം വന്നോട്ട് പേടിച്ചോടിയതാണ്. അയ്യോ സാരിയല്ലേ, അത് പോയാലോ.
അങ്ങനെ പേടിച്ചിട്ടല്ല, ഇവള് തേച്ചതാണ് എന്റെ ചെരുപ്പൽ ചേപ്പ്. ഇവിടെ നിന്ന് അതെടുക്ക്. യെസ്, വി ആർ ഗോയിങ് ദേർ. അടിപൊളിയാണ് അവിടെ. അയ്യോ അയ്യോ, എപ്പോഴും ഒരു വിരലും പൊക്കി കാണും കൂടെ. കിട്ടി കിട്ടി കിട്ടി. ഇല്ല കിട്ടൂല, കുറച്ചുകൂടെ അടുത്ത് വാ. ആ പിന്നെ ഇന്നത്തെ ലുക്ക് എങ്ങനെയുണ്ട് എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. കുഞ്ഞയുടെ സാരിയും കോസ്റ്റ്യൂമും ഒക്കെ. ഇവിടെ വന്നു കഴിഞ്ഞാൽ അസ്തമനം കാണാം, പിന്നെ കുഞ്ഞു പിള്ളേർക്ക് സ്ഥലം ഇഷ്ടപ്പെടും, മണ്ണിൽ വാരി കളിക്കാം. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഞങ്ങൾ ടെമ്പിളിൽ കയറിയിട്ടില്ല, ഇനി അവിടെ കൂടെ പോയിട്ട് ഒരു പിക്ചർ എടുക്കണം. ാണ് പ്രസിദ്ധമായ ഗംഗേധരേശ്വരന്റെ പ്രതിമ. ഇവിടെ ഇന്ന് ഫുൾ അയ്യപ്പന്മാരുടെ തിരക്കാണ് കേട്ടോ. ക്ഷേത്രത്തിലെ ദീപാരാധന തുടങ്ങി, ഞങ്ങൾ ദീപാരാധനയ്ക്ക് ഇനി തൊഴണം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും മസ്റ്റായിട്ട് ഈ പ്ലേസിൽ വരിക. അപ്പോൾ ബൈ. കഷ്ടപ്പാട്